എന്താ രാധേ? എന്നെ രക്ഷിക്കണം. അവരോട് പറയരുത്. ശ്രീധരേട്ടൻ നിന്റെ സ്വന്തമായിട്ടിനെ പോലെയല്ലേ. എന്നെ രക്ഷിക്കണം. നിങ്ങൾ ഇഷ്ടത്തിലാണ്. വീട്ടിൽ എന്നെ കല്യാണം കഴിക്കും. അതുവരെ ദയവേത് അച്ഛനോട് പറയരുത്. അച്ഛൻ എന്നെ കൊല്ലും. പറയരുത്. ആശൻ എവിടെയാ പോയത്? ഡോക്ടറെ കാണാൻ. ആശാൻ വരുമ്പോ ശ്രീധരേട്ടൻ വന്നിരുന്നു എന്ന് പറയണം. ഇതെന്താ പച്ചവെള്ള ഇങ്ങനെ വാരി വലിച്ച് കയറ്റാൻ? ഒഴിക്കണം. എന്റെ ഗ്ലാസ്സിൽ പോയി. എനിക്ക് മതി. ഇതിങ്ങനെ വലിച്ചേറ്റി കുടിച്ചിട്ട് കരളൊടിക്കാലേ ഒരു കെട്ടിയോളും 2 കുട്ടികളും ഉള്ളതാ. ഒഴിക്കണം. ചേടാ, അതിപ്പോ മനുഷ്യനെ തല്ലി കുടിപ്പിക്കാലോ. ഇന്ന് ആഘോഷിക്കേണ്ട ദിവസമല്ലേ? എല്ലാം നിശ്ചയിച്ചിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞില്ലേ നീയെ? ആഘോഷിക്ക. അത് പോത്തേന്ന്, നിങ്ങളത് മറന്നാലേ. മറക്കാം. എന്തെല്ലാം മറന്നേക്കുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പെറ്റമ്മ എടുത്തുകൊണ്ട് ഒളിച്ചോടിപ്പോയി. പിന്നെ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. അടുത്തവും പോയി. 2 കൊല്ലം കഴിഞ്ഞപ്പോ അച്ഛൻ ഒരു പുതുപ്പെണ്ണിനെയും കൊണ്ടുവന്നു. എനിക്കൊരു ഇളയമ്മ. അതോടെ വീടും പോയി. അങ്ങനെ എന്തല്ല ഒക്കെ മറന്നില്ലേ? മറന്നു. ഇപ്പോ ഏതാണ്ടൊക്കെ ആശിച്ചു. അത് മറക്കണം. പക്ഷേ എന്റെ ആശാൻ എന്റെ ദൈവ. ആ മനുഷ്യനോട് ഞാൻ എന്ത് പറയും? പന്നിന്റെ മോന് ഇത് കളിയാണോ കാര്യമാണോ എന്ന് ആർക്കറിയാം? ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി കഴുകാനും തുടയ്ക്കാനും നടന്നവനാ. കൈകൊണ്ട് ഒരാളും വണ്ടി പണി കൊടുത്തില്ല. കഷ്ടപ്പാടും ദുരിതവും കണ്ട് ഞാനാ ഒരാളെ കൊണ്ട് പണി കൊടുത്തു. ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ടായിരുന്നേ ഉള്ളൂ. എനിക്കും വളയം പിടിക്കാൻ പഠിപ്പിച്ചത് ഞാനാ. എന്നിട്ടും എന്റെ നെഞ്ചിന് തന്നൂലോ പട്ടി. മാമാ, ഒരു കാശി തരുമോ മുട്ടായി വാങ്ങാൻ? കൊട്ടായി കൊട്ടായി തിന്നും ഇരിക്കണമില്ലേ നാശം. എന്ത് നാശോടെ നിനക്ക് കൊച്ചിനെ കൊണ്ട്? ഇത്ര കണിച്ചൂരി ഇല്ലാത്തവൻ അയലോടാ നീ. അതെ, ഞാൻ കണ്ണിച്ചോറി ഇല്ലാത്തനാ. അതുകൊണ്ടാണല്ലോ നിനക്ക് 3 നേരം ഉരുട്ടി വീഴാൻ കിട്ടുന്നത്. നീ എന്തിനാ അവളോട് എപ്പോഴും ഇങ്ങനെ തട്ടി കയറുന്നത്? അല്ലേ, അവള് പറയണ കേട്ടില്ലേ ഞാൻ കണ്ണിച്ചോറി ഇല്ലാത്തതാണെന്ന്. ഞാൻ ഇങ്ങനെ തന്നെ കേൾക്കണം. എടാ രവി, അവക്കൊരു നല്ല സാരി വാങ്ങി കൊടുക്കടാ. നിന്റെ ഉടപ്പുറന്നോളല്ലേടാ. അവളിങ്ങനെ കീറിയും തുന്നിയത് ഇട്ടുകൊണ്ട് നടക്കണം നീ കാണില്ലേ? കെട്ടിച്ച് വിട്ടതല്ലേ. കെട്ടിയവരോട് വഴക്കിട്ട് വിടണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അവക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്ക്, അവള് പൊക്കോളും. ഞാൻ ഇവിടുന്ന് കൊടുക്കാനാ? നീയുള്ള കാശ് മുഴുവൻ എണ്ണിപ്പെറുക്കി ബാങ്കിൽ കൊണ്ടിട്ടിട്ട് എന്താ കാര്യം? ഓരോ ഭാരം ഒഴിവാക്കണ്ടേ? എനിക്ക് എന്റെ നിലനിൽപ്പ് നോക്കണം. ഭാരം ഒഴിക്കാൻ അച്ഛനോ പറ. ഉണ്ടായിരുന്നൊക്കെ അടിച്ചു പൊളിച്ച് പൊടിവരാക്കി ഓർത്തില്ലേ നമുക്കുണ്ടെന്ന്. എല്ലാ ഭാരം കൂടെ എന്റെ നിലക്കെട്ട് വെച്ച് ഞാനെന്ത് ചെയ്യാനാ? രാവിലെ കഞ്ഞില്ലാതെ വേറൊന്നും ഉണ്ടാക്കില്ലേടി? നെയ്ച്ചോറും കോഴിയിറച്ചിയുണ്ട്. എന്താ കഞ്ഞി തൊണ്ടാൻ ഇറങ്ങുന്നില്ലേ? കഞ്ഞിയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. ശ്രീധരേട്ടാ, ഞാൻ ശ്രീധരേട്ടൻ കാണാൻ അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. അമ്മയാണ് സത്യം. എനിക്ക് ശ്രീധരേട്ടനോട് എല്ലാം തുറന്ന് സംസാരിക്കണം. സംസാരിക്കണം.
ശ്രീധരേട്ടാ, അമ്മയാണ്, എന്റെ അമ്മയാണ് സത്യം. ശ്രീധരേട്ടൻ വിചാരിക്കുന്നതല്ല, ഞാൻ അവളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. കല്യാണം കഴിക്കും. നിന്റെ സ്നേഹമൊക്കെ എനിക്കറിയാം. പല പെണ്ണുങ്ങളെ നീ സ്നേഹിച്ചിട്ടുണ്ടല്ലോ. ഇതതുപോലല്ല. മറ്റാരിടത്തും ഞാൻ നുണ പറയും. ശ്രീധരേട്ടൻ നീ നുണ പറയൂ? എനിക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി തന്നെയാണ് ശ്രീധരേട്ടൻ. എനിക്ക് എന്റെ സ്വന്തം ഏട്ടനെ പോലെയാ. വേണ്ട, സോപ്പിടണ്ട. ആ വീട്ടിൽ നിന്നെ ഞാൻ കൊണ്ടുപോയപ്പോഴേ പറഞ്ഞതാ അവിടെ വളച്ചു കിടക്കരുത്. സ്നേഹിക്കുന്നത് ഇത്ര വലിയ തെറ്റാണ് ശ്രീധരേട്ട? ഞാൻ അവനെ പുളിച്ച തെരുവിലെ വിളിച്ച് പറയും. സ്നേഹം ആളില്ലാത്തപ്പോ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണോ സ്നേഹം? തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രായത്തിന്റെ. ശ്രീധരേട്ടനും പല തെറ്റുകളും ചെയ്യുന്നില്ലേ? ഏത് പെണ്ണാണ് ഞാൻ പറഞ്ഞ് മോഹിപ്പിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്? ഇത് തൊഴിലാക്കി ഇറങ്ങിയവരെ മാത്രമേ സ്ത്രീധനം തൊട്ടിട്ടുള്ളൂ. ഇഷ്ടം പോലെ കാശ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നീ ഇതിനെ കാണണേ? ഏയ്, ഒരിക്കലുമല്ല. ഇതിന്റെ പേരിൽ അവളുടെ കണ്ണീര് കണ്ട പഴുത്തിയാൻ വെട്ടും. വെട്ടിക്കോ. ശ്രീധരേട്ടൻ എന്നെ കൊന്നോ? ഞാൻ അതിനൊന്നും ഇടവരുത്തില്ല. ഞാൻ അവളെ കെട്ടും. എന്ന് നടത്താൻ കല്യാണം? എനിക്ക് ഇത്തിരി സമയം വേണം. എന്റെ കുടുംബത്തെ സ്ഥിതി ശ്രീധരേട്ടൻ അറിയാമല്ലോ. ആ ദുരിതത്തിനിടയിലേക്ക് രാത്രി കൂടി ഞാൻ കൊണ്ടുപോകണം. വേണ്ട, നിനക്ക് അവളുടെ വീട്ടിൽ താമസിക്കാൻ. അത് നിന്റെ പേർക്ക് ആക്കി തരാം. ഏയ്, അതൊന്നും വേണ്ട. അവളുടെ വീടും പറമ്പും കണ്ടിട്ടല്ലേ ഞാൻ അവളെ സ്നേഹിച്ചത്. എനിക്ക് ചില മോഹങ്ങളൊക്കെ ഉണ്ട്, ചില കണക്കുകൂട്ടലുകൾ. എനിക്കൊരു ലോറി വാങ്ങണം, കാശുണ്ടാക്കണം. എന്റെ കുടുംബവും ഞാൻ തന്നെ നോക്കണ്ടേ? അതിന് കാശുണ്ടോ നിന്റെ കയ്യിൽ? ഉണ്ടാക്കും, എങ്ങനെങ്കിലും ഉണ്ടാക്കും. അതിന്റെ കൊച്ചുനാൾ മുതലുള്ള ആഗ്രഹം. അപ്പൊ അതുവരെ അവളെ കാത്തിരിക്കാനോ? അതിനധികം നാളൊന്നും വേണ്ട ശ്രീധരേട്ട. അധികം വൈകാതെ തന്നെ ഞാൻ അവളെ കെട്ടിക്കൊണ്ട് പോകും. ഉറപ്പാണോ? ഉറപ്പ്. ഞാൻ പിടിക്കണ വളയാണ് സത്യം. അച്ഛാ, അടുത്തതിന്റെ സമയമായി. ഇനി ചോറുന്നുണ്ട. ഗുളിക ഒന്ന് വിശപ്പ് മാറും. ഒരു കുറ്റി പുട്ടുണ്ടാക്കാനുള്ള ഗുളികയുണ്ട്. ഇത് ഗുളിക അത് വെടിയുണ്ട്. വെള്ളം തരൂ. അപ്പോ നിറഞ്ഞു. എന്താ ഒരു മുഖം വല്ലാതിരിക്കണേ? ഞാൻ ഇന്നലെ മോൾക്ക് ശ്രദ്ധിക്കാം. ഒന്നുമില്ല അച്ഛാ. മോളെ, അച്ഛൻ നല്ലൊരു ദിവസം നോക്കുക. മോളുടെ കല്യാണം കഴിഞ്ഞാ അച്ഛന് സ്വസ്ഥാവൂലോ. ആ, പറഞ്ഞപ്പോഴേക്കും വന്നൂലോ ആള്. നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണേ. ചിങ്ങത്തിൽ നല്ലൊരു മുഹൂർത്തമുണ്ട്. ഒരു ചടങ്ങ് അത്രേ വേണ്ടു. നാട്ടുകാരെ മുഴുവൻ വിളിച്ച് സദ്യ കൊടുത്ത് എന്നിട്ട് ഓരോന്നിനും കുറ്റം പറയിപ്പിക്കാൻ എനിക്കതിന് വയ്യ. എന്താ, നിനക്കതിന് വല്ലതും വേണമെന്നുണ്ടോ? ആശാനെ, അത് എന്താ? അല്ല, രാധയുടെ ഇഷ്ടം ആശാൻ ചോദിച്ചോ? അത് ചോദിക്കാണ്ടോ? അവൾക്ക് നിന്റെ ജീവനാ. അതെ, പക്ഷേ ആ ഇഷ്ടം എനിക്ക് അവളെന്റെ പെങ്ങളല്ലേ ആശാൻ. നിനക്കെന്താ പെട്ടെന്ന് ഒരു മനസ്സുമാറ്റം? അന്ന് ഞാൻ പറഞ്ഞപ്പോ നിന്റെ മുഖത്ത് ഞാൻ ഇങ്ങനെയല്ല മനസ്സിലാക്കിയത്. ശ്രീധരൻ ആശാന്റെ വാക്ക് കേട്ടില്ല എന്ന് പറയരുത്. അച്ഛന്റെ സ്നേഹം എനിക്ക് തന്നത് ആശാനാ. മരിക്കുന്നത് വരെ ദേവകിയോടത്ത് എനിക്ക് അമ്മ തന്നെയായിരുന്നു. അപ്പൊ അവളുടെ ചേട്ടനല്ലേ ഞാൻ. എന്നോട് വിഷമം തോന്നരുത്. സന്തോഷത്ര എനിക്ക്. നീ പറഞ്ഞു തന്നെ ശരി. ഒരു മരുമോനെ എവിടുന്ന് കിട്ടും, പക്ഷേ ഒരു മോനെ കിട്ടും. എന്നാൽ ഈ പെങ്ങളുടെ കാര്യം ഏട്ടൻ തന്നെ തീരുമാനിച്ചോളൂ. നമുക്കത് ഉടനെ നടത്താം. ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആശാനെ സമ്മതിക്കണം. നീ കണ്ടുവച്ച ആളാണെങ്കിൽ പിന്നെ എനിക്കെന്താ എതിര്? ഞാൻ സമ്മതിച്ചിരിക്കണം. ആളാരാണെന്ന് അറിയണ്ടേ? രവി. അപ്പനാവന്റെ മോനോ? ഛേ, നീ എന്ത് വിടുത്തരേ പറയണേ? അവൻ ആശാൻ വിചാരിക്കുന്ന പോലല്ല. ഒരു ഇത്തിരി വികൃതിത്തരം ഉണ്ടെന്നേ ഉള്ളൂ. പ്രായത്തിന്റെ എടുത്തേറ്റം കഴിയുമ്പോൾ ഒക്കെ ശരിയായിക്കൊള്ളും. കാഴ്ചയിൽ രാധയ്ക്ക് നല്ല ചേർച്ചയുണ്ട്. അവര് തമ്മില് ഇഷ്ടത്തിലുമാണ്. നിന്നെ തിരക്കി ഇടയ്ക്ക് അവരോട് വരുമ്പോഴേ എന്റെ മനസ്സ് തോന്നിയതാ, ഈ ഇഷ്ടം നടക്കാൻ പോലില്ല. രാധേ, എടി രാധേ. ആശാനെ, രാധയുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ അവസാനം നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അച്ഛനെ നീ ചതിച്ചല്ലോ. എന്താ ആശാനെ പറയുന്നേ? നീ പൊയ്ക്കൂടിയാത്ത. ഇതുകൊണ്ടാണ് നിന്റെ മനസ്സ് മാറുന്നതല്ലേ? ഏയ്, അതൊന്നും നമുക്ക് ഇപ്പൊ ആലോചിക്കണ്ട. ഇതെപ്പോ നടത്താമെന്ന് ആലോചിക്കും. ഞാൻ ഒന്നിനുമില്ല. നീ ആലോചിക്കുകയും നടത്തുക എന്ത് പണി ചെയ്തു?